ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡായിട്ടുള്ള 2 പേരുണ്ട്. അവരുടെ കാര്യം ഈ ഒരു മൊമെന്റ് ബിക്കോസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്ന ഈ തുടക്കത്തിൽ പറഞ്ഞ കാരണം അവർ ചെന്നൈ സമൃദ്ധിയിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ പോലും അവർ ഇന്ത്യക്ക് നൽകിയ നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. അതിലുപരി അവർ മലയാളികളാണ്. മലയാളികളെക്കാൾ ഉപരി അവർ എറണാകുളത്തുള്ളവരാണ്. സോ തീർച്ചയായിട്ടും അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു കോമ്പറ്റീഷനിലുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. ബിക്കോസ് 4 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന കല്ലറി എക്സ്പോ ആണെങ്കിലും കല്ലറി ഒളിമ്പിക്സിലാണെങ്കിലും അവര് മത്സരിച്ച് ഗോൾഡ് വിൻ ചെയ്തവരാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആണ് ശ്രേയ അനീഷ്. ശ്രേയയെ കുറിച്ച് പറയുകയാണെങ്കിൽ 124 വർഷത്തിന് ശേഷമാണ് ശ്രേയ നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഗോൾഡ് സമ്മാനിക്കുന്നത് ഇൻ കല്ലറി Olympics. Once again, ഒരു നല്ല കൈയടി. Everyone, big round of applause and two words please here. Good afternoon. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രേയ അനീഷ്. ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്, കളമശ്ശേരി. ഞാനിപ്പോൾ ചെന്നൈ സമുദ്രയിൽ BSc തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ കോളേജിൽ പോയത് തന്നെ ഞാൻ 17 തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഷെഫ് ആവണം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് അച്ഛനോടും അമ്മനോടൊക്കെ പറയുമ്പോ 10 പഠിക്ക്, +2 ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാം, സമയമുണ്ടല്ലേ ഇനിയും പറയും. ശരി, ഓക്കെ, 10 കഴിഞ്ഞ് പറയില്ല, +2 പഠിക്കും, ഇനിയും സമയം ഉണ്ടല്ലോ, +2 കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാം. +2 പഠിച്ചപ്പോഴും എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, ഒരു 1100 മാർക്ക് ഞാൻ വാങ്ങി. അപ്പൊ പറഞ്ഞേ ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നും വേണ്ട, ഹോട്ടൽ മാനേജ്മെന്റ് അല്ല, ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടത്, BCom BBA അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാല്ല, എന്തിനാ ഹോട്ടൽ മാനേജ്മെന്റ് വെച്ച്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ പഠിക്കണം. അങ്ങനെ ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കുന്നതാണ്. ഞാൻ ചെന്നൈ സമ്പ്രദായമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ +1 പഠിക്കുമ്പോഴേ ഓക്കെ ഇവിടെ തന്നെ പോകണം, അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. എൻ്റെ അച്ഛനവരോട് പറഞ്ഞില്ല, വേണ്ട, വേറെ എന്തെങ്കിലും പഠിക്കുക, ഇത് തന്നെ വേണം, എന്തെന്താ വാശിന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് തന്നെ പഠിക്കണം. അങ്ങനെ പോയി ചേർന്നാണ് ചെന്നൈ സമ്പ്രദായം പോയി ചേരുമ്പോഴേ എനിക്കറിയാൻ പാടില്ല എന്താണെന്നുള്ള. എനിക്ക് കുക്കിംഗ് ഇൻട്രസ്റ്റ്, ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ പോണത് തന്നെ. ചേർന്ന് കഴിയുമ്പോഴാണ് കുക്കിംഗ് മാത്രമല്ല ഇതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ കോളേജിൽ ചേർന്നത്. പിന്നെ കോളേജിൽ ചേർന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞാണ് ഞാൻ കാർവിങ്ങിനെ പറ്റി അറിയാറുണ്ട്. കാർവിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സിലബസിലുള്ളതല്ല, വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് കൊടുക്കണേ എൻ്റെ കോളേജിൽ. അപ്പൊ എൻ്റെ ഷെഫ് കാർത്തിക്, പുള്ളിയുടെ സ്കില്ല് കണ്ടിട്ടാണ് എനിക്കും കാർവിങ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോയി ചേർന്നത്. കാർവിങ്ങിന് പോയി ചേരുമ്പോഴും ഒരു നോളജും ഇല്ല. ചെറുപ്പത്തിൽ പടമൊക്കെ വരച്ചിട്ടുണ്ട് 2-3. ആ ഒരു നോളജിലാണ് ഞാൻ പോയി കാർവിങ്ങിന് വരുന്നത്. അങ്ങനെ കാർവിങ്ങിന് വരുന്നത് ഷെഫ് എന്നെ ഒരു ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചെടുത്ത് ഒരു 20 ഡേയ്സിലാണ് ഫസ്റ്റ് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഷെഫ് നമുക്ക് ഒരു ഇന്റർനാഷണൽ പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മലേഷ്യൻ കോമ്പറ്റീഷൻ 2023 ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ പോണത്. ഫസ്റ്റ് ഇന്റർനാഷണൽ പോകുമ്പോഴും ഞാൻ വാങ്ങിയ മെഡൽ എന്താന്ന് പറഞ്ഞാൽ ബ്രോൺസ് മെഡലാണ്. അപ്പൊ എല്ലായിടത്തും ഞാൻ ബ്രോൺസ് മെഡലാണ് മോസ്റ്റ്ലി ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ പുള്ളിനോട് പറഞ്ഞു, നിന്റെ എയിം ഇതിനേക്കാളും കുറച്ച് മെഡൽ വെക്കാൻ നമുക്ക് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒളിമ്പിക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഈ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കണം, ഒളിമ്പിക്സ് പുള്ളി വെറുതെ പറയുകയാണ്. ഓക്കെ, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള കാര്യമാണ്, നമുക്ക് കേട്ട് പരിചയമുള്ളൂ. എന്നെ പിടിച്ച് ഒളിമ്പിക്സിൽ ഇടാൻ പോണെന്ന് പറയുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ആലോചിക്കുന്നത് അയ്യോ എക്സ്പെൻസ് മെയിനായിട്ട് എൻ്റെ മൈൻഡിലാണ്. കാരണം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയും വേണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഷെഫിനോട് പറഞ്ഞില്ല, ഷെഫ് ഞാൻ വരുന്നില്ല, ഇത് വീട്ടിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഷെഫ് പറഞ്ഞില്ല, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മേനോട് പറയുമ്പോൾ അമ്മ പറഞ്ഞ് വേണോ എന്ന് വെച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ കോളേജിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട, നീ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എക്സ്പെൻസിന്റെ കാര്യമൊന്നും നോക്കണ്ട, എക്സ്പെൻസ് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഒളിമ്പിക്സിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ട് പറ്റും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല ഞാൻ ഇവിടുന്ന് പോണത്. ഞാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 കാറ്റഗറിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി. ലൈവ് കാറ്റഗറിയിലും ഡിസ്പ്ലേ കാറ്റഗറിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഫസ്റ്റ് എന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. കാർവിംഗിൽ നേരത്തെ ചെയ്തോളൂ വെച്ചാൽ മതി. ഞാൻ ഡിസ്പ്ലേ കാറ്റഗറിയിൽ എനിക്ക് ഫസ്റ്റ് സിൽവർ മെഡൽ വന്നു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നു, ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ വിശ്വസിച്ച് വിട്ടേക്കണേന്, എന്തായാലും നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാണ്ട് പോരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് അങ്ങനെയാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ഗോൾ വന്നത്.
ഈ ഒളിമ്പിക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എവറി ഒളിമ്പിക്കിനെ പോലെ തന്നെ എവറി ഇയർ 4 year once ആണ് ഒളിമ്പിക് നടക്കുന്നത്. ഇതിനകത്ത് എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ 124 ഇയേഴ്സിൽ ഇതാണ് ഫസ്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ. അതും ഞാനൊരു ഗേൾ ആയിട്ട് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്റെ മെയിൻ ഇപ്പൊ ഞാൻ BSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ BSc പഠിച്ച എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വന്നത്. പക്ഷെ ഈ ഒളിമ്പിക് വിൻ ചെയ്തതിന് പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം കൂടെ വന്നു, ഒരു വേൾഡ് കപ്പ് കൂടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അത് എന്നെ ചെയർമാൻ സാറിന് ഞാൻ കൊടുത്തേക്കുന്ന ഒരു വാക്കാണ്. ഉറപ്പായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് ചെന്നൈ സമൃദ്ധയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും എന്നുള്ളത്. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ചെന്നൈ സമൃദ്ധ ഫാമിലിയിൽ നിന്ന് ഇനിയും ഒരു മെഡൽ അടിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചെന്നൈ സമൃദ്ധ ഫാമിലിക്കും എല്ലാവർക്കും താങ്ക്സ്. കോഴ്സ് ഈ ഒരു മൊമെന്റ് നമ്മൾ അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറുള്ളത് അമൃതയാണ്. സോ അമൃതയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എക്സ്പോ കൽഗറിയിൽ നമ്മുടെ UAE വെച്ചാണ് നടന്നത്. 27 രാജ്യങ്ങളിൽ നിന്നാണ് മത്സരിക്കാനായിട്ട് വന്നത്. അവിടുന്ന് ഗോൾഡ് മെഡൽ വിൻ ചെയ്ത ആളാണ് അമൃത. സോ വൺസ് അഗൈൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഇന്നത്തെ ഒരു നല്ല കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. Big round of applause and let's welcome Amrita P7 on stage. Lovely. And please, few words please. ഹായ്, എൻ്റെ പേര് അമൃത സദൻ. എൻ്റെ വീട് ഇവിടെ എറണാകുളം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ചെന്നൈ സമൃദ്ധയിൽ BSc third year പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റൊക്കെ നാഷണൽ ലെവലിലൊക്കെ പോയി കാർവിംഗ് കോമ്പറ്റീഷന്, പിന്നെയാണ് ഞാൻ ഇൻ്റർനാഷണൽ ലെവലിലോട്ട് പോണത്. പക്ഷേ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിങ്ങിനെ പറ്റിയൊന്നും അധികം അറിയില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ വുഡിലൊക്കെ കാർവിങ് മരത്തിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛനും ചാച്ചനൊക്കെ. പക്ഷേ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാർവിങ് ചെയ്യാൻ പറ്റുന്നത് ചെന്നൈ സമൃദ്ധയിൽ ചെന്നതിന് ശേഷമാണ്. എൻ്റെ സീനിയേഴ്സ് എല്ലാവരും ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പോയി ഗോൾഡ് സിൽവറൊക്കെ മെഡൽ വിൻ ചെയ്തൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതേപോലെ വരുമോ. ഇപ്പോൾ പാരൻസിൻ്റെ ആണെങ്കിലും പറയും ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതുപോലെ വന്ന ഒരു ദിവസം കാണുവാണെങ്കിൽ എത്രത്തോളം അഭിമാനമായിരിക്കുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലാണെങ്കിലും നാട് മൊത്തം ഞങ്ങളുടെ പേര് എല്ലാവരും വിളിച്ചു പറയണേ, ഉള്ള മീഡിയാസ് എല്ലാവരും. അതിന് ചെന്നൈ സമൃദ്ധ ഫാമിലിയുടെ ഒരുപാട് നന്ദി പറയണം. പ്രത്യേകിച്ച് ഭൂമിനാഥൻ സാർ, അതേപോലെ കാർത്തിക് ഷെഫ്, എല്ലാവരും ചെന്നൈ സമൃദ്ധ ഹോൾ ഫാമിലിയുടെ ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഫസ്റ്റ് ഇപ്പം 27 വർഷത്തിന് ശേഷം എമിറേറ്റ്സിൽ ഇന്ത്യക്ക് ഫസ്റ്റ് ഗോൾഡാണ് വന്നിരിക്കുന്നത്. അത് നേടിക്കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം.